കേട്ടവൻ നേരം എടുത്തില്ല, കുളിച്ചൊഴിഞ്ഞു വന്നിരുന്നു. ഉമ്മറത്ത് തന്നെ അപശകുനം. പോരാത്തതിന്റെ അപശബ്ദവും. ഇങ്ങനെ ഒരു ഗുരുത്തം കെട്ടത് ഈ കുടുംബത്തിൽ തന്നെ വന്ന് ജനിച്ചോല്ല. അമ്മേ, എന്താ ഇത്? സുഖമില്ലാത്ത കുട്ടിയല്ലേ അവള്? ദയ കാട്ടിക്കൂടെ അവളോട്? എത്രയെന്ന് വെച്ചാ ഞാനെന്റെ കുട്ടിയെ ആ ഇരുട്ടുമുറിയിലിട്ട് പൂട്ടുക? വെളിച്ചം കാണട്ടെ അവള്. കാട്ടിക്കോ കാട്ടിക്കോ, വെളിച്ചം കാട്ടിക്കോ. വെളിച്ചം തിരുത്തേണ്ട ഒരു സാധനം. മർത്യന്റെ ഭാഷകളിലൊന്നിലുമല്ല ഏതോ പക്ഷിക്കിനാവ് മുറിവേറ്റു വിളിച്ചിടുമ്പോൾ അമ്മയ്ക്കു മാത്രം അറിയുന്നൊരു ഭാഷ. ഇവർക്ക് ഞാനൊരു പ്രശ്നമല്ലല്ലോ. 24 മണിക്കൂറും ഈ അശ്ലീലത്തിനെ നോക്കാനല്ലേ ഇവർക്ക് സമയം. കൊണ്ടുപോയാലത്ത് ഈ നശൂലത്തിന്. ഓ, എങ്ങനെ ഇരുന്നത് എന്റെ മോൻ. ഈ മൂതേറി വന്ന് കയറി ഈ പരുവത്തിനായി. പോയി അകത്തെ കാണിച്ചു തിരികെ. എന്റെ കാലം കഴിഞ്ഞ എന്റെ കുട്ടി എന്താ ചെയ്യാ? പേടിപ്പൂ ഞാൻ ചിറകിനുള്ളിലൊളിച്ചു കാക്കും ആടൻ കുരുന്നിതൊരു മാത്രം തനിച്ചു നിൽക്കിൽ ചൂടുള്ള ഘോരനഗരങ്ങൾ കുതിച്ചുറാഞ്ചും ഓടാനുമില്ല തടയാനും ഇവൾക്കു ശേഷി. കൂടെ ഞാനും. ഇല്ല ഇല്ല, എനിക്കാവില്ല, എനിക്കാവില്ല. ഈശ്വരന്മാരെ, നിങ്ങളൊക്കെ എവിടെയാ? എവിടെ നിങ്ങളൊക്കെ? ഞാൻ എന്താ ചെയ്യാ? എന്റെ കുട്ടിയെ, എന്റെ കാലം കഴിഞ്ഞ എന്റെ കുട്ടി
സിരിപ്പൂ വല്ലാതെ നോവരുത് വേവരുത് ഒന്നു മാത്രം എല്ലാം മറക്കുമൊരുറക്കം ഇവൾക്ക് എനിക്കും. സമൂഹ മനസാക്ഷിയോട് ഏറെ നോവുന്ന ഒരു ചോദ്യത്തോടെ കവയത്രി ഈ കവിത ഉപസംഹരിക്കുകയാണ്. പക്ഷേ അമ്മയെ, ഈ മകളെ കൊല്ലരുതേ എന്ന് ചൊല്ലി ഈ അമ്മയുടെ തീരാവ്യാധിക്ക് ഒരു ഉത്തരം നൽകുവാൻ, ഇവൾക്ക് നേരെ സ്നേഹഹസ്തങ്ങൾ നീട്ടുവാൻ ആരുണ്ട് നമുക്കിടയിൽ? ഞാൻ കണ്ട ചില ജീവിത കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് കണ്ണോടിക്കാം. ജാനകിയമ്മേ, ആരാ നിങ്ങളൊക്കെ? അമ്മയുടെ മകളെ ഞങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാം. ഇത് ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഈശ്വര, നേരാണോ ഇത്? മണിക്കുട്ടി, നീ പൊക്കോ ഇവരുടെ കൂടെ. ഇനി മുതല് നിന്റെ അമ്മ ഇവരാ. പൊക്കോ മണിക്കുട്ടി, പൊക്കോ. പിന്നെ എന്ന് കുളിച്ചു കഴിയുമ്പോ ചാണ്ട് തുടിക്കണവിടെ. നിറങ്ങൾ അവൾക്ക് വലിയ ഇഷ്ടം. വെച്ചോളൂ.